ശോധന, കഠിന ശോധനകളുടെ നടുവിലും കടന്നു പോകുമ്പോൾ ഒരു ദൈവ പൈതൽ ഉറപ്പിച്ച് പറഞ്ഞോളണം, പ്രൈസ് ദി ലോർഡ്, ഇതെന്നെ പണിയാനുള്ളതാ, ഇതെന്റെ അനുഗ്രഹത്തിനുള്ളതാ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ ഏകജാതനെ നീ എനിക്ക് യാഗമായി കഴിക്കണം. ഈ പുസ്തകത്തിൽ നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഭക്തന്മാർ പരിശോധനകളിലൂടെ കടന്നുപോയത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. മോശയ്ക്ക് അത് മിഥ്യാനായിരുന്നെങ്കിൽ യോസഫിന് അത് കാരാഗൃഹമായിരുന്നു. ദാനിയേലിന് അത് സിംഹക്കുഴിയായിരുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഏലിയാവിന് അത് സാരഫാത്തിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസിന് അത് തകർന്നുപോയ കപ്പലായിരുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ് അപ്പോസ്തലനായ യോഹന്നാന് അത് പത്മോസ് ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇബ്രായ ലേഖനം 11-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ 16-ലധികം ഭക്തന്മാരെ കാണുന്നുണ്ട്. പേര് പറയപ്പെട്ട 16-ലധികം ഭക്തന്മാരും പേര് പറയാത്ത നിരവധി ഭക്തന്മാരെയും ഇബ്രായ ലേഖനം 11-ാം അധ്യായം പരിചയപ്പെടുത്തുന്നുണ്ട്. അവരൊക്കെ പറയുന്ന ഒരു സംഗതിയുണ്ട്. എന്താണെന്നറിയാമോ? എന്റെ ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എത്ര ശോധനകളിലൂടെ കടന്നുപോയാലും, നിങ്ങൾ പ്രൈസ് ദി ലോർഡ് കടന്നു പോകുന്ന സിംഹത്തിന്റെ കുഴിയിൽ നിങ്ങളെ ഇട്ട് കളഞ്ഞാലും, നിങ്ങൾ സാരഭാത്തിൽ പ്രൈസ് ദി ലോർഡ് ക്ഷാമം നേരിട്ടാലും, നിങ്ങളെ കുണ്ടറയ്ക്കകത്ത് അടച്ചിട്ടിട്ട് ഇനി ഒരു എഴുന്നേൽപ്പില്ല എന്ന് പലരും നിങ്ങളെ കുറിച്ച് പറഞ്ഞാലും, പ്രൈസ് ദി ലോർഡ് നിങ്ങൾ ഓടി 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 പ്രൈസ് ദി ലോർഡ് സ്വന്തം നാടും ദേശവും വിട്ട് നിങ്ങൾ പോഷ പോയതുപോലെ മിഥ്യാനിൽ നിങ്ങൾ അഭയം പ്രാപിച്ചാലും, തമ്പുരാന്റെ വചനം പറയുക, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ അവന്റെ വചനത്തിനോ മാറ്റമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദയ ആകാശത്തോളം, അവന്റെ വിശ്വസ്തത മേഘങ്ങളോളം വലിയതല്ലോ. ആ ദൈവത്തിന്, ആ വിശ്വസ്തനായ ദൈവത്തിന് നിങ്ങൾ മഹത്വം കൊടുത്ത് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. അവൻ വിശ്വസ്തനായ ദൈവമാ. ആരെല്ലാം വാക്കുമാറിയാലും, ആരെല്ലാം മാറിപ്പോയാലും, ആകാശവും ഭൂമിയും മാറിയാലും മാറാത്തൊരു കർത്താവിനെയാ ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്.